ാണ് കാസർഗോഡേക്ക് പോകുമ്പോൾ അവിടെയും രണ്ടുപേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരുടെയും മൃതദേഹം ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 10:30 എത്തിച്ച് പിന്നീട് റോഡ് മാർഗം എത്തിക്കുമ്പോൾ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടെ തന്നെ സമയമാകുമെന്ന് അറിയുന്നുണ്ട്. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷഫീഖ്, ഈ രണ്ട് കുടുംബങ്ങളുടെയും അവസ്ഥ അതിദയനീയമാണ്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്. അവിടെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇവരുടെ മൃതദേഹങ്ങൾ അവിടെ വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്? എന്താണ് ഈ വീടുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? അറിഞ്ഞിരുന്നത് വൈകിയതുകൊണ്ട് കുറച്ച് സമയം വൈകാനുള്ളൊരു സാധ്യതയും ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാവുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തി പൊതുദർശനത്തിന് ശേഷം കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. രഞ്ജിത്തിൻ്റെ സഹോദരൻ മരണവിവരം അറിഞ്ഞ് ഗൾഫിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിരുന്നു. രഞ്ജിത്തും ആ സഹോദരനും കൂടി പുതിയൊരു വീട് നിർമ്മിച്ചതാണ്. നമ്മൾ ഇന്നലെ അത് പറഞ്ഞിരുന്നു. അതിൻ്റെ പാലുകാച്ചൽ കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും ഗൾഫിലേക്ക് പോയിരുന്നത്. രഞ്ജിത്ത് 2 മാസത്തിന് ശേഷം നാട്ടിലെത്തി വിവാഹം നടത്താനുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ അനുജനും രഞ്ജിത്തും ഒന്നിച്ച് നാട്ടിലെത്തി വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. അനുജൻ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രഞ്ജിത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വലിയ ഒരു പ്രയാസം രഞ്ജിത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്നു. രഞ്ജിത്ത് ഉൾപ്പെടെ ഇവിടെ നിന്ന് 10 വർഷം മുൻപാണ് ഗൾഫിലേക്ക് പോയത്. ഗൾഫിൽ പോയതിന് ശേഷമാണ് ഈ കുടുംബം ഒന്ന് പച്ച പിടിച്ച് തുടങ്ങിയത്. അതിനുശേഷമാണ് രണ്ടുപേരും ചേർന്ന് ഒരു പുതിയ വീടൊക്കെ നിർമ്മിച്ച്, ഒരു ചെറിയ വീടൊക്കെ നിർമ്മിച്ച് അതിൽ സന്തോഷത്തോടെ കഴിയുന്നതിനിടയിലാണ് രഞ്ജിത്തിൻ്റെ ഒരു മരണം വീട്ടിൽ എത്തിയത്. ഈ രഞ്ജിത്തിൻ്റെ മൃതദേഹം 6 മണിയോടുകൂടി എത്തും എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിലും കുറച്ച് സമയം കൂടി വൈകാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. ഏത് സമയത്തെത്തിയാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുൻപായി വീട്ടിലെത്തിക്കുന്ന മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വീടിനോട് ചേർന്ന് തന്നെയാണ് കുടുംബ ശ്മശാനമുള്ളത്. ഈ കുടുംബ ശ്മശാനത്തിലാവും സംസ്കാരം എന്നാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം 2 കുഞ്ഞിക്കുകൾ എളമ്പച്ചി, തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശിയാണ്. പിലിക്കോട് സ്വദേശിയാണെങ്കിൽ ഇപ്പോൾ പുതിയ വീടെടുത്ത് താമസിക്കുന്നത് എളമ്പച്ചിയിലാണ്. കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം കാലിക്കടവിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് അവിടെയുള്ള സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാലിക്കടവിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം പിന്നീട് അവിടെ നിന്ന് എളമ്പച്ചിയിലെ വീട്ടിലേക്കും കൊണ്ടുപോകും. വീട്ടിൽ പൊതുദർശനം കൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ സമുദായ ശ്മശാനമുണ്ട്. സമുദായ ശ്മശാനത്തിലായിരിക്കും കുഞ്ഞിക്കേളുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. അതും ഏകദേശം ഒരു 6 മണിയോടുകൂടിയാവും എത്തുക എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു കണക്കുകൂട്ടൽ. റോഡ് വഴി വരുന്നത് കൊണ്ടുണ്ടാവുന്ന സമയം നഷ്ടം അപ്പോൾ വൈകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എത്ര തന്നെ വൈകിയാലും ഇന്ന് തന്നെ സംസ്കാരം നടക്കും എന്ന് തന്നെയാണ് 2 കുടുംബാംഗങ്ങളും സൂചിപ്പിക്കുന്നത്. കുഞ്ഞിക്കേളു 15 വർഷമായി കുവൈറ്റിൽ ഈ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുണ്ട്. കുഞ്ഞിക്കേളുവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിക്കേളു പഠന സമയത്തും ഒക്കെ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിച്ച്, ദാരിദ്ര്യം അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വളർന്ന് പഠിച്ച് മിടുക്കനായി ഗൾഫിൽ പോയതിനു ശേഷമാണ് പച്ച പിടിച്ചത്. അതിനുശേഷം നാട്ടിൻ്റെ എല്ലാ മേഖലകളിലും വലിയ ഇടപെടലുകൾ നടത്തിയ, സമൂഹത്തിനാകെ വേണ്ടപ്പെട്ട ഒരാളായി, സാമൂഹ്യ സംഘടനത്തിലൊക്കെ കൃത്യമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിക്കേളു ഏത് സമയത്തും ഏത് ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാൾ എന്നാണ് നാട്ടുകാരൊക്കെ അനുസ്മരിക്കുന്നത്. ഈ കുഞ്ഞിക്കേളുവിൻ്റെ ഒരു വിയോഗവും നാട്ടിനെ വലിയ രൂപത്തിൽ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്.